എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കലും ലംഘിക്കപ്പെടാതെ മാറ്റിത്തിരുത്തപ്പെടാൻ സാധിക്കാത്ത മരണത്തിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും നിസ്സഹായരാണ്, സമന്മാരാണ് എന്ന ബോധത്തോടു കൂടിയാവണം ജീവിതത്തിന്റെ ബാക്കിയുള്ള ദിനരാത്രങ്ങളെ നാം ജീവിച്ചു തീർക്കേണ്ടതും ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകേണ്ടതും. ചെറിയ ചെറിയ ആരാധനകളിലൂടെ എങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം, വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് പറയപ്പെട്ട ആരാധനകൾ ഏതൊക്കെ എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടുത്താനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇന്നുവരെ അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കാത്തവരാണ് നമ്മളിൽ പലരും. നമ്മളിൽ ആർക്കൊക്കെ അള്ളാഹുവിനോട് തൃപ്തിയുണ്ട്, ആർക്കൊക്കെ അള്ളാഹുവിനെ ഇഷ്ടമാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ നമ്മളൊക്കെ പറയും, ഞാൻ ഒരുപാട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. പക്ഷെ ആ അള്ളാഹു നമ്മളിൽ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ ഇഷ്ടം തോന്നുന്ന എന്റെ ജീവിതത്തിലെ സ്വഭാവങ്ങൾ ഏതൊക്കെ, അള്ളാഹുവിന് തൃപ്തി തോന്നുന്ന രീതിയിലാണോ എന്റെ ആരാധനയും എന്റെ കുടുംബവും എന്റെ ജീവിതവും എന്ന് സ്വയം ചിന്തിച്ചാൽ ഒരുപക്ഷെ ഏറെ സങ്കടപ്പെടുന്നവരാണ് നമ്മളിൽ പല ആളുകളും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടയാളം അവന്റെ ഭൗതികമായ രൂപകോപങ്ങളല്ല. അള്ളാഹുവിന് തൃപ്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ പണം കൂടുതൽ കൊടുത്ത് അത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയവർക്കാണ് വലിയ പണവും തറവാടും വലിയ വലിയ സ്ഥാനങ്ങളും ആൾക്കാർക്കൊക്കെ ഇഷ്ടം തോന്നുന്ന പെരുമാറ്റത്തിന്റെ ഉടമയുമൊക്കെ ആവൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയത് കൊണ്ടാണ് എന്ന് പറയാനും സാധിക്കുകയില്ല. മറിച്ച് ലോകത്തിന്റെ തിരുദൂതൻ മുസ്ലിം സമുദായത്തെ ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട് ഒരാൾക്ക് എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ വലിയകളുടെ അടയാളം, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയവന്റെ അടയാളം, അവന് പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല വിഭവം അവന്റെ തഖ്വയായിരിക്കും. ആ തഖ്വ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ആരാധനാ രംഗത്ത് മാത്രമല്ല. നമസ്കാരത്തിൽ ആള് കൃത്യമായി പള്ളിയിലെത്തും, ജമാഅത്ത് നമസ്കരിക്കും, പള്ളിയോട് യാത്ര പറയും. റമളാൻ എന്ന മാസം കേൾക്കുമ്പോഴേക്കും പള്ളി സജീവമാകും, പള്ളികൾ ശബ്ദമുഖരിതമാകും, ആരാധനകളെ കൊണ്ട് ധന്യമാകും. റമളാൻ വിരിയുന്നതോടുകൂടി പള്ളികൾ കാലിയാവും. വിശുദ്ധ ഖുർആൻ കൈകൾ കിട്ടുമ്പോൾ ഈണത്തിലും സാധ്യമാകുന്ന രീതിയിലുമൊക്കെ വിശുദ്ധ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യലാണ് തഖ്വ എന്നും ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടില്ല. എന്താണ് തഖ്വ എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയത്, തഖ്വ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ആ തഖ്വയും സ്വന്തത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും അനുസരിച്ചാണ്. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ, അള്ളാഹുവിന് നമ്മളൊരു വേണ്ടപ്പെട്ടവനാണോ, അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ പണവും സൗകര്യങ്ങളും രോഗമില്ലായ്മയും സന്തോഷങ്ങളും ഒക്കെ അള്ളാഹ് നൽകുന്നത് തൃപ്തി കൊണ്ടാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാന്റെ തൃപ്തിയിലാണെന്നറിയണമെങ്കിൽ ഇത്തഖുല്ലാഹ്, നിങ്ങൾ ആദ്യം അള്ളാഹുവിൽ ഭയഭക്തി അർപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കണം. വൽ തൻളുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളെ നേരം വെളുക്കുമ്പോൾ എന്നെ തട്ടി വിളിക്കുന്ന ഭാര്യയ്ക്ക് മുൻപിൽ നിശ്ചലനായി നിർജീവനായി കിടക്കുന്ന ഒരു മയ്യത്താണ് ഞാനെങ്കിൽ എന്റെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്റെ കയ്യിൽ എന്തുണ്ട്?
നേരം വെളുക്കുമ്പോൾ ഭർത്താവിനെ തട്ടിവിളിക്കുമ്പം തണുത്തുറഞ്ഞ് മരവിച്ചു പോയൊരു മയ്യത്തായ പെണ്ണാണ് ഞാനെങ്കിൽ, എന്റെ ഭർത്താവിന്റെ മുൻപിൽ നിന്നും യാത്ര ചോദിക്കാൻ പറ്റാതെ തിരിച്ചു പോകുമ്പോ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ പരലോകത്തേക്ക് വേണ്ടി നാളെ എനിക്കെന്തുണ്ട് എന്ന് ചിന്തിച്ച് ആ ചിന്തക്കനുസരിച്ച് റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നവനാണ് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയവൻ. വീണ്ടും റബ്ബ് ഓർമ്മപ്പെടുത്തി, അതുകൊണ്ട് മനുഷ്യരെ ഒത്തക്കുള്ള നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. നിങ്ങൾ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്ന ആരാധനയുടെ ഭംഗി എങ്ങനെ, അതിനെത്രയൊക്കെ കൃത്യതയുണ്ട്. നിങ്ങൾ ഏതൊക്കെ സുബഹിക്ക് പള്ളിയിൽ വന്നു, എത്ര വക്ത് ഓതി, എത്ര റക്അത്ത് നമസ്കരിച്ചു എന്നതിനേക്കാൾ ഉപരി ഞാൻ ഇപ്പോൾ നമസ്കരിച്ച മഗ്രിബ് നമസ്കാരം എന്റെ പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാണോ റബ്ബേ? ഇന്ന് നേരം വെളുത്ത് സൂര്യൻ അസ്തമിച്ച് കിടക്കാൻ ഒരുങ്ങുന്ന സെക്കൻഡ് വരെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നോ ഞാൻ എന്ന് ചിന്തിക്കുകയും അള്ളാഹനെ ഭയപ്പെടുകയും ചെയ്യുന്നവൻ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അവർക്കാണ് പടച്ച റബ്ബ് നാളെ പരലോകത്തെ ചെയ്തതിന്റെ കാര്യങ്ങൾ ഓരോന്നും തൃപ്തിയോടുകൂടി വിശദീകരിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്നവനായിരിക്കും. ഓരോ നിമിഷവും എനിക്ക് എങ്ങനെ അള്ളാന്റെ അരികിലേക്ക് എത്താൻ പറ്റും, എങ്ങനെ എന്റെ റബ്ബിനെന്നോട് ഇഷ്ടം തോന്നും. എന്റെ നമസ്കാരം ഞാൻ ഒന്നും കൂടി ഭംഗിയാക്കിയാൽ, നമസ്കാരത്തിന്റെ തൊട്ടു മുൻപുള്ള സുന്നത്ത് നമസ്കാരം കൊണ്ട് ഞാൻ എന്റെ നമസ്കാരത്തെ ഒന്ന് ഭംഗിയാക്കിയാൽ, എന്റെ ഉറക്കങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് എന്നെ കൊണ്ട് സാധിക്കുന്ന രാത്രികളിൽ ഞാനൊന്ന് തഹജ്ജുദ് നമസ്കരിച്ചാൽ, ഞാൻ ഓതുന്ന ഖിറാഅത്തുകൾക്കിടയിൽ ആയത്തുകൾ എന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് എന്റെ മക്കൾക്കും കുടുംബത്തിനും അത് പറഞ്ഞു കൊടുത്താൽ, ഞാൻ ഓതുന്ന എന്റെ വീട് ആ മലക്കുകളെ കൊണ്ട് ഭംഗിയാവാൻ, എന്റെ വീട്ടിലുള്ള വൃത്തികേടുകളൊക്കെ ഒന്ന് ശുദ്ധമാക്കാൻ, ഞാൻ ധരിക്കുന്ന വസ്ത്രം എന്റെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാവാൻ, എന്റെ വസ്ത്രത്തിൽ ഞാൻ സൂക്ഷിക്കേണ്ടത് എന്തൊക്കെ, അങ്ങനെ ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ ഇഷ്ടം വാങ്ങാൻ വേണ്ടി റബ്ബിലേക്ക് സഞ്ചരിക്കുന്നവനും ആ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടി കഠിനമായ പരിശ്രമത്തോടെ അധ്വാനിക്കുകയും ചെയ്യുന്നവനായിരിക്കും ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു യഥാർത്ഥ മുത്തഖി. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചതും വഅബ്ദു റബ്ബക, നിങ്ങൾ റബ്ബിനെ ആരാധിക്കണം. ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായ ഒരു കാര്യം നിങ്ങളെ തേടിയെത്തുന്നതിന്റെ മുൻപ് ആ ഉറപ്പായ കാര്യം എന്റെയും നിങ്ങളുടെയും മരണമാ. ഏത് സെക്കൻഡിലും തേടിയെത്തുന്ന മരണം എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്നതിന്റെ മുൻപ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പരിശ്രമിക്കാനും ജീവിക്കാനും ജീവിതത്തെ റബ്ബിന്റെ അരികിലേക്ക് കൊണ്ടുപോകാനും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അതാ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ കാരുണ്യവും നിങ്ങളിലേക്ക് എത്തുന്ന ഏതേത് പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം വലിയ പ്രവർത്തനമായി നിങ്ങൾ കാണണം. എത്ര വരെ ഒരു പക്ഷി കുടിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും, നിങ്ങൾ വിളവെടുക്കുന്ന കായ്കളിൽ ഒരു കായ പക്ഷിയെ പ്രതീക്ഷിച്ച് വെച്ചാൽ പോലും നിങ്ങൾ സ്വപ്നം കാണാത്ത പ്രതിഫലമായിരിക്കും നാളെ അള്ളാന്റെ കോടതിയിൽ കണ്ടെത്താൻ സാധിക്കുക. റബ്ബിന്റെ കോടതിയിൽ, അള്ളാന്റെ മഹ്ശറയിൽ ഓരോരോ ഏടുകളുമായി നിൽക്കുമ്പോ അള്ളാഹ് ഓർമ്മപ്പെടുത്തിയില്ലേ, അർ-റഹ്മാനിർ റഹീം, പരമകാരുണികനാണ് നമ്മളെ റബ്ബ്. കാരണം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗവും അള്ളാഹു നമുക്ക് വേണ്ടി ചെയ്യും. അള്ളാഹുവിന്റെ കാരുണ്യത്തിലെ 1% കാരുണ്യം മാത്രമേ അള്ളാഹ് ദുനിയാവിൽ വീതിച്ചിട്ടുള്ളൂ. ബാക്കി 99% കാരുണ്യവും അള്ളാന്റെ അടുത്തുണ്ട്. അതല്ല പ്രയോഗിക്കും പരലോകത്തെ നമ്മളെ രക്ഷപ്പെടുത്താൻ, നമുക്ക് വേണ്ടി പ്രതിഫലം കൂട്ടിത്തരാൻ. നമ്മൾ ചെയ്ത ആരാധനയ്ക്ക് വിലയിടുമ്പോ അതിനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിലയിട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനെ പഠിപ്പിച്ചതും നിങ്ങൾ സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കണം. എന്തിനാ തിരുദൂതരെ? നിങ്ങളെ ഫർളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അള്ളാഹു മലക്കുകളോട് പറയും അവന്റെ സുന്നത്തെടുത്ത് പരിശോധിക്കാൻ. ആ സുന്നത്തെടുത്ത് ഫർളിന്റെ ഭാഗത്ത് വെച്ച് ഫർളിന്റെ പോരായ്മകൾ പരിഹരിക്കുകയും അവന്റെ സുന്നത്തിന് ഫർളിനേക്കാൾ കൂലി കൊടുത്ത് അവന്റെ സ്വർഗത്തിന് അള്ളാഹ് പരിശ്രമിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് നിസ്സാരമായ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന്റെ പിന്നിൽ അള്ളാഹ് വമ്പിച്ച കൂലി എനിക്ക് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന മനസ്സോടെ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാനും സാധിക്കണം. ഒരിക്കൽ മഹാനായ പ്രവാചക സഹാബി അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകബി, തിരുദൂതൻ എന്റെ അരികിലേക്ക് വരികയും എന്റെ രണ്ട് തോളത്ത് അമർത്തിപ്പിടിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, ഇബ്നു ഉമർ കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ, ഇബ്നു ഉമറേ, ഈ ദുനിയാവിൽ നീ ഒരു വഴിയാത്രക്കാരൻ മാത്രമാ, ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു പരദേശി. എവിടെ നിന്ന് വന്നെന്നറിയാതെ എവിടേക്കോ പോകേണ്ടവനാ ഞാനും നിങ്ങളും. സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അടുത്ത ആഴ്ചയിലുണ്ടോ, നാളെ നേരം വെളുത്തിട്ടുണ്ടോ എന്ന് പറയാൻ സാധ്യമല്ലാത്ത എവിടെയോ നിന്ന് വന്ന് എവിടേക്കോ ഒരു മടക്കം പോകേണ്ടവർ. അതുകൊണ്ട് ഇബ്നു ഉമർ, ദുനിയാവിൽ നമ്മളൊരു വഴിയാത്രക്കാരനോ ഒരു പരദേശിയോ മാത്രമാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തെ ഓർമ്മപ്പെടുത്തി, ഇദാ അംസൈത ഫലാ തൻതറു സ്വബാഹ, നിങ്ങൾക്ക് വൈകുന്നേരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കും എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. വൈകുന്നേരം രാത്രിയായിട്ടുണ്ടെങ്കിൽ നേരം വെളുത്ത് കിട്ടും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പ്രതീക്ഷിക്കാൻ വകുപ്പില്ല. വഇദാ അസ്ബഹത, നിങ്ങൾ നേരം പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഫലാ തൻതളിറുൽ മസാഅ, വൈകുന്നേരമാക്കും എന്നും നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. വഖുദ് മിൻ സിഹ്ഹതിക ലിമർലിക, നിന്റെ ശരീരം ക്ഷയിക്കുന്നതിന്റെ മുൻപ്, നീ ഒരു രോഗിയാവുന്നതിന്റെ മുൻപ് നിനക്ക് അല്ലാഹു തന്ന നിമിഷങ്ങളെ കൊണ്ട് പരമാവധി നിനക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ അത്രയും നീ ഉപയോഗപ്പെടുത്തണം. വമിൻ ഹയാതിക ലിമൗതിക, മരണം നിന്നെ കൊണ്ടുപോകുന്നതിന്റെ മുൻപ് നിനക്ക് അല്ലാഹുവിന്റെ മുൻപിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്ത ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെയാ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും ചെറിയ ചെറിയ കർമ്മങ്ങളാണെങ്കിലും ചില കർമ്മങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വമ്പിച്ച പ്രതിഫലങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അരികിൽ അള്ളാഹു തആല നിങ്ങൾക്കത് നൽകുമ്പോ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും, അല്ലേ? ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതൻ സ്ത്രീകളോട് ഒന്നടങ്കം പറഞ്ഞു, ഭർത്താവിന്റെ തൃപ്തി കിട്ടി മരിച്ചു പോകുന്ന പെണ്ണിന് അള്ളാഹ് സ്വർഗത്തിന്റെ 8 വാതിലും തുറന്നു കൊടുക്കും. പുരുഷന്മാരായ ആളുകളും ചില സ്ത്രീകളും ആയുസ് മുഴുവനും നോമ്പ് നോറ്റ് ആ നോമ്പ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടാലേ സ്വർഗത്തിന്റെ റയ്യാൻ എന്ന ഒരു വാതില് പോലും അള്ളാഹ് മറ്റുള്ളവർക്ക് തുറന്നു കൊടുക്കൂ. എന്നാൽ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തി, ഭർത്താവിനെ ധിക്കരിക്കാതെ അനുസരിച്ച് അയാളുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് അയാൾക്ക് സമാധാനം കൊടുത്ത് അയാളുടെ ജീവിതത്തിൽ ഒരു താങ്ങും തണലുമായി നിന്ന് ആ ഭർത്താവ് പൂർണ്ണ തൃപ്തിയോടെ മരിച്ച ഒരു പെണ്ണ് അള്ളാന്റെ സ്വർഗത്തിന്റെ 8 വാതിലും കടന്നകത്ത് കയറും എന്ന് ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൽ കൂലിയുണ്ട് എന്ന ചിന്തയോടെ അത് നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പക്ഷെ നമ്മൾ അത് ചെയ്യാറില്ല. എത്ര വരെ രാത്രി ഭാര്യാഭർത്ത് ബന്ധത്തിലേർപ്പെട്ട് അവസാനം ജീവിതത്തിൽ തളർന്നു കിടക്കുമ്പോ തിരുദൂതൻ പഠിപ്പിച്ചു, ഒതു എടുത്തിട്ടേ കിടക്കാവൂ. കുളി പോട്ടെ, ഒതു എടുത്തിട്ടെങ്കിലും കിടക്കണം. കാരണം നേരം പുലരുന്നതിന്റെ മുൻപ് നിങ്ങൾ ഒരു ജനാപത്തുകാരനായി മാറാൻ പാടില്ല. സാധിക്കുമെങ്കിൽ കുളിച്ചിട്ട് കിടക്കണമെന്ന് പണ്ഡിതന്മാര് നിർവചനം കൊടുത്തു. അത്രമാത്രം സൂക്ഷ്മത ആ വിഷയത്തിൽ പോലും ഉണ്ടെങ്കിൽ നമ്മളിൽ പല ആളുകളും ആ കാര്യം ശ്രദ്ധിക്കാറില്ല. എന്തിനേറെ എടുക്കുന്ന ബ്രഷ് ആരെങ്കിലും ആലോചിച്ച് വലതു ഭാഗത്തേക്ക് കൊണ്ടുപോകാറുണ്ടോ? ആരെങ്കിലും ഷർട്ട് ഇടുമ്പോ വലത് കൈയെടുത്ത് ധരിക്കാറുണ്ടോ? ആരെങ്കിലും ചെരുപ്പ് അയച്ചിടുമ്പോ ബാത്റൂമിൽ കയറുമ്പോ ഇടത്തെ കാലാ വെച്ചത് എന്ന് ഉറപ്പ് വരുത്താറുണ്ടോ? ആരെങ്കിലും ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വലത് കാല് വെച്ചേ ഞാൻ കയറൂ എന്ന് ചിന്തിക്കാറുണ്ടോ? ഒറ്റക്കാലിൽ ചെരുപ്പിട്ട് നടക്കുമ്പോ അത് വമ്പിച്ച കുറ്റമാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? ഇങ്ങനെ ഓരോ രംഗത്തും ഏത് കാര്യത്തിലാണെങ്കിൽ പോലും ഉളു എടുക്കുന്ന സമയത്ത് അല്പം വെള്ളം കയ്യിലെടുത്ത് മൂക്കിലേക്ക് ഫസ്തൻ ശറ ചീറ്റിക്കളയുന്നത് പോലും തുല്യതയില്ലാത്ത, പകരം വെക്കാനില്ലാത്ത കൂലി പരലോകത്ത് റബ്ബ് നിങ്ങൾക്ക് നൽകും എന്നാവർത്തിച്ച് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടും ആ കാര്യങ്ങളിലൊന്നും നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കാണിക്കാറില്ല. ഒരു അപരാരം രീതിയിൽ ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോലത്തിലോ അത് നിർവഹിച്ച് മുൻപോട്ട് പോകുമ്പോ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും അതിന് അള്ളാന്റെ അരികിൽ വമ്പിച്ച പ്രതിഫലമുണ്ടാകും. ഒരിക്കൽ ഒരു പറ്റം സഹാബാക്കൾ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ തിരുദൂതന്റെ അരികിൽ വന്ന് പരാതി പറഞ്ഞു, നബിയെ, ഞങ്ങൾ ജനങ്ങളാണ്, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രമാണിമാർ, പൈസക്കാർ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അവര് പണം വാരിക്കോരി ചെലവാക്കുന്നു. യുസല്ലൂന കമാ നുസല്ലി,
ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നമസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ അവരും നോമ്പ് നോൽക്കുന്നുണ്ട്. വയതസദ്ദഖൂന ബിഫുളൂലി അംവാലിഹിം, നബിയേ നിസ്കാരോ നോമ്പോ ഒക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അവർക്ക് അള്ള കൊടുത്ത പൈസ ഉപയോഗിച്ച് അവര് വാരിക്കോരി ചെലവാക്കുന്നുണ്ട് അള്ളാഹുവിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി. എന്നിട്ട് സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂൻ, അള്ളാന്റെ അരികിൽ ചെലവഴിച്ചിട്ടൊരു കൂലി കിട്ടേണ്ടവരല്ലേ ഞങ്ങളും? എന്നിട്ട് എന്താണ് നബിയെ ഞങ്ങൾ ദരിദ്രരായി പോയത്? ഞങ്ങൾക്ക് ആ കൂലി വേണ്ടേ റസൂലേ? ഞങ്ങൾക്കും പണമുണ്ടായിരുന്നെങ്കിൽ അതുപോലെ ഞങ്ങളും ചെലവഴിക്കില്ലായിരുന്നോ? ഉടനെ അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചാ സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന ബിക്കും തസ്ബീഹത്തിൻ സ്വദഖ, നിങ്ങൾ ചൊല്ലുന്ന തസ്ബീഹ് നിങ്ങൾക്കുള്ള കൂലിയാണ്. വകുല്ലു തക്ബീറത്തിൻ സ്വദഖ, നിങ്ങൾ പറയുന്ന അല്ലാഹു അക്ബർ വമ്പിച്ച കൂലിയാണ്. വകുല്ലു തഹ്മീദത്തിൻ സ്വദഖ, നിങ്ങൾ പറയുന്ന അൽഹംദുലില്ലാ വമ്പിച്ച കൂലിയാണ്. വകുല്ലു തഹ്ലീലിൻ സ്വദഖ, നിങ്ങൾ ചൊല്ലുന്ന തഹ്ലീൽ സ്വദഖയാണ്. വീണ്ടും തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, വഅംറും ബിൽ മഅറൂഫി സ്വദഖ, നന്മ കൽപ്പിക്കൽ നിങ്ങൾക്ക് കൂലിയാണ്. വനഹിയും അനിൽ മുൻകരി സ്വദഖ, തിന്മ വിരോധിക്കലും വമ്പിച്ച കൂലിയാണ്. വീണ്ടും തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, വഫീ ബുളഇ അഹദികും സ്വദഖ, നിങ്ങൾ ഭാര്യയുമായി ബന്ധത്തിലേർപ്പെടുക, ലൈംഗിക ബന്ധത്തിലേർപ്പെടുക, അവളുമായിട്ട് അല്പസമയം ചെലവാക്കുക, അവൾക്കൊരു ഉമ്മ കൊടുക്കുക, അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, ഭർത്താവിനെ ഒന്ന് അണച്ചു പിടിക്കുക, അതിലു പോലും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അരികിൽ വമ്പിച്ച കൂലിയുണ്ട്. കേട്ട സെക്കൻഡിൽ സഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിച്ചു, ഖാലൂ യാ റസൂലല്ലാഹ് അയഅതീനി അഹദുനാ ശഹ്വതഹു വയകൂനു ലഹു ഫീഹാ അജ്റുൻ, ഞങ്ങളുടെ ആവശ്യം തീർക്കാനല്ലേ ഞങ്ങൾ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും ബന്ധത്തിലേർപ്പെടുന്നതും ചുംബിക്കുന്നതും ഒക്കെ? ഞങ്ങളെ ഒരു ശഹ്വത്ത്, ഒരു പൂതി തീർക്കാനല്ലേ നബിയെ? അതിനും കൂലിയുണ്ടെന്നാണോ? തിരുദൂതൻ തിരിച്ചു ചോദിച്ചു, അറഅയ്തും ലൗ വദഅഹാ ഫീ ഹറാമിൻ അകാന അലൈഹി വിസ്റുൻ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുമ്പോ ഭാര്യയല്ലാത്ത മറ്റേതെങ്കിലും ഒരു പെണ്ണിന്റെ അരികിൽ ചെന്ന് അവളെ ചുംബിച്ചാലോ അയാളെ അണച്ചു പിടിച്ചാലോ നിങ്ങൾക്ക് കുറ്റമുണ്ടോ? സഹാബാക്കൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഫഖദാലിക, ഉണ്ട് നബിയെ, അതിന് കുറ്റമുണ്ടാകും. എങ്കിൽ സഹാബത്തെ, അതുപോലെ ഹലാലായ നിലക്ക് സ്വന്തം പെണ്ണിനെ ഒന്ന് അണച്ചുകൂട്ടി പിടിക്കുന്നതിന് പോലും നിങ്ങൾക്ക് സ്വപ്നം കാണാത്ത പ്രതിഫലം പരലോകത്ത് റബ്ബ് ഒരുക്കി വെക്കും എന്ന് അല്ലാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ നിസ്സാരമായ നമ്മൾ ചിന്തിക്കാത്ത ചെറിയ ചെറിയ പല കാര്യങ്ങളും പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വമ്പിച്ച കൂലിക്ക് കാരണമായി